തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കും. സ്തുതിക്കുന്ന നിർത്താവ്, സ്തോത്രം ചെയ്യുന്ന നിർത്താവ്, ഞങ്ങളുടെ ദിവാത്സര്യമായ സർവസ്നാഥ, ഇടസനയിൽ ഒരു പ്രാവശ്യം കൂടെ തന്നെ ജനത്തെ നയിക്കാൻ അങ്ങൊരുക്കുന്ന സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം. ഈ നാളുകൾ അത്രയും അടികളെ നിലനിർത്തുകയും വഴി നടത്തുകയും ചെയ്ത എല്ലാ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. അങ്ങ് നല്ലവനും വല്ലവനും വാക്കുമാറാത്തത് വാഗ്ദത്തത്തിൽ വിശ്വസ്തനായിരിക്കുന്നതിനായ നന്ദിയോട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് ഞങ്ങളുടെ കൃപയിൽ ഞങ്ങളെ നിലനിർത്തുന്നവൻ കൃപകൾക്കായ നന്ദിയോട് ഈ സമയത്ത് ഞങ്ങളെ തന്നെ എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, വിലയിനരായ ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ ശ്രേഷ്ഠ കൃപകളിൽ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ശക്തീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ കാര്യത്തിലും കർത്താവ് ഞങ്ങളുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടത്. വചനം അങ്ങയുടെ, ജനം അങ്ങയുടെ, അടിയൻ അങ്ങയുടെ ഏറ്റവും ലളിതമായ വചനം അങ്ങയുടെ ജനത്തിലെത്തിക്കുവാൻ കർത്താവെ, ജീവിതങ്ങളിൽ മാറ്റേണ്ട മാറ്റത്തക്കോണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു നശിക്കുന്നു പിതാവോ കേൾക്കണമേ. ആമീൻ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ, ദൈവത്തിൻ്റെ നന്മകളാൽ നമ്മുടെ ജീവിതങ്ങൾ നയിക്കപ്പെടുമ്പോൾ, ദൈവം പലവിധ അനുഗ്രഹങ്ങളും നന്മകളാൽ നിറച്ച് വഴി നടത്തുമ്പോഴും പലപ്പോഴും മനുഷ്യജീവിതത്തിൽ എവിടെയോ എന്തോ ഒരു കുറവുണ്ടെന്നോ അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത അവസ്ഥകളാണ്. ഈ സന്തോഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കാണുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ പല കാര്യങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ളൊരു സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന നന്മകളുടെ അത് ഞാൻ അറിയിക്കപ്പെടാത്ത നന്മകളാണെങ്കിൽ പോലും അവിടെയും നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉറ്റുനോക്കി എന്തുകൊണ്ട് അവരുടെ വ്യക്തിഗതമോ അല്ലെങ്കിൽ കുടുംബജീവിതമോ എന്തിന് ആത്മീയ ജീവിതത്തിലൊക്കെ അവർക്കെങ്ങനെയാണ് ഈ നന്മകൾ അനുഭവം ആക്കുവാൻ കഴിയുന്നത്, എന്തുകൊണ്ട് ഞാൻ ഈ പ്രയാസത്തെ അല്ലെങ്കിൽ പ്രതിസന്ധി അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു അനുഗ്രഹ പാതയിലേക്ക് ഞാൻ വളരുവാൻ കഴിയാതെ പോകുന്നത്. നാം ഒരു കാര്യം മറന്നു പോകുന്നത്, ഇപ്രകാരം നാം താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുടെ പറ്റി നാം മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ഒരു ചിന്താക്കുഴപ്പത്തിലായിത്തീരുമ്പോൾ യഥാർത്ഥമായി നാം ആ സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ട സാഹചര്യത്തിൽ പോലും വിഷാദത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരാൻ. എന്തിന്? ഇത് കൂടുതലും നാം കാണുന്നത് ലൗകികമായ പല കാര്യങ്ങളിൽ നാം താരതമ്യം ചെയ്യുമ്പോൾ. നമ്മുടെ ഔദ്യോഗിക രംഗത്ത് ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ അതിന് അർഹനല്ലയോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അതിനെക്കാട്ടി വലിയൊരു കാര്യം ചിലപ്പോൾ അന്നോ അതിനു മുൻപോ നടന്നു കാണും. അത് നാം ആ ക്ഷണത്തിൽ മറന്നുപോകും. ഇന്ന് അനേക കുടുംബജീവിതം, വ്യക്തിജീവിതം, എന്തിന് ആത്മീയ ജീവിതത്തിൽ പോലും ഒരു സംതൃപ്തിയില്ലാതെ, ഒരു സന്തോഷമില്ലാതെ മുമ്പോട്ട് പോകുവാൻ ഇടയാകുന്നത് ഈ ഒരു പ്രവണത ഉള്ളത് കൊണ്ടാണ്. നാം 2 കൊരിന്ത്യർ 10:12 ഒന്ന് വായിക്കുമ്പോൾ പൗലോസ്ലീഹ വ്യത്യസ്ത രീതിയിലാണ് കൊരിന്ത്യ സഭയോട് അതൊരു കാര്യം പറയുന്നത്. ആത്മപ്രശംസ നടത്തുന്ന ചിലരുടെ കൂട്ടത്തിൽ ചേരുവാനോ അവരോട് ഞങ്ങളെ തുലനം ചെയ്യുവാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. ഇവിടെ വ്യക്തമായി പൗലോസ്ലീഹ പറയുന്നത്, ആത്മപ്രശംസ നടത്തുന്ന ചിലരുടെ കൂട്ടത്തിൽ ചേരുവാനോ അവരോട് ഞങ്ങളെ തുലനം ചെയ്യുവാനോ തുനിയുന്നില്ല. അവിടെ തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു തുലനം ചെയ്യുവാനുള്ള പ്രവണതയെപ്പറ്റി അവിടെ തന്നെ അങ്ങ് മാറ്റിക്കളയുകയാണ്. രണ്ടാമത് പറയുമ്പോൾ അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെ തുലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിയുമായിട്ടൊക്കെ താരതമ്യം, അത് നമ്മുടേതായ ജീവിതത്തിൽ നാം ഇട്ടിരിക്കുന്ന അളവുകോലിന് ഒത്തവണ്ണമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത്
ഒരു ജീവിതയാത്രയിലോ അല്ലെങ്കിൽ ഒരു ആത്മീയ രംഗത്തോ ഔദ്യോഗിക രംഗത്തോ അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന അളവുകോലോ അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു അളവുകോലോ അല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന അളവുകോലിനൊത്തവണ്ണം എന്നെ തന്നെ താരതമ്യം ചെയ്യുന്ന അവസ്ഥ. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീഴ്ച ആരംഭിക്കുന്നത്. നാം എന്തിനെ പറ്റി താരതമ്യം അല്ലെങ്കിൽ നാം തുലനം ചെയ്യുന്നോ, ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ വ്യക്തിത്വമാണ്, ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തന ശൈലിയുമായിരിക്കും. എങ്കിൽ പോലും നാം തുലനം ചെയ്യുമ്പോൾ അത് ആരംഭിക്കുന്നത് ആദ്യം നമ്മളിൽ തന്നെ നാം അതിനുവേണ്ടി ഒരു അളവുകോല് സൃഷ്ടിച്ചിരിക്കുന്നു. ആ അളവുകോൽ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ അത് ആർക്കും പറയുവാൻ കഴിയുകയില്ല. അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ സ്വയം സൃഷ്ടിക്കുന്ന അളവുകോലിനൊത്തവണ്ണം സ്വയം തുലനം ചെയ്യുകയും അത് അതിനൊത്തവണ്ണം എന്തിനെ വെച്ച് തുലനം ചെയ്യുന്നു അതിൻ്റെ ആ പ്രാപ്തിക്കൊത്തവണ്ണമല്ല കാര്യങ്ങളെങ്കിൽ അവിടെ നമുക്കുടനെ ഒരു വിഷമമാണ് കടന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നു? എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്താണെങ്കിൽ നമ്മുടെ പ്രവർത്തകരെ പോലോ കുടുംബജീവിതത്തിലാണെങ്കിൽ മറ്റൊരുവൻ്റെ കുടുംബജീവിതത്തെ ഉറ്റുനോക്കിക്കൊണ്ട് നാം നമ്മെ തന്നെ താരതമ്യം ചെയ്യുമ്പോൾ നാം മറന്നു പോകുന്നത് ഇത് നമ്മുടെ ചിന്തയിൽ നാം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അളവുകോലിനൊത്തവണ്ണമുള്ള താരതമ്യമാണെന്ന്. അവിടെ തിരിച്ചറിവില്ലെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പൗലോസ്ലീഹ പറയുന്ന യാഥാർത്ഥ്യം തന്നെയല്ലേ. യഥാർത്ഥമായ ഒരു തിരിച്ചറിവുള്ള വ്യക്തി ഒരിക്കലും സ്വയം താരതമ്യം ചെയ്യുവാൻ കാൽച്ചോട് വെക്കുകയില്ല. കാരണം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്ന യഹോവയായ ദൈവം നമ്മെ വ്യത്യസ്തമായ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ദൗത്യങ്ങളും ഓരോ കാര്യങ്ങളും ആണ് നൽകിയിരിക്കുന്നത്. ഈ ലോകത്തെ ഉള്ളവർക്കെല്ലാം ഒരുപോലുള്ള ദൗത്യങ്ങളും ഒരുപോലുള്ള കൃപകളും ഒരുപോലുള്ള കഴിവുകളും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യവും നല്ലതുപോലെ നടക്കുവാനിടയാകും. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ആവശ്യമനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിന് വേണ്ട രീതിയിലുള്ള കൃപകളും കൃപാവരങ്ങളും യോഗ്യതകളും ഒക്കെ കൊടുത്താണ് ദൈവം ഒരുക്കി വിടുന്നത്. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് വ്യക്തമായ ഒരു താരതമ്യം ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി, അത് ആത്മീയ രംഗത്തെ ഒരു താരതമ്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18:10. രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി ഒരുവൻ പരീശനും മറ്റവൻ ചുങ്കക്കാരനുമായിരുന്നു. ഇത് നമ്മുടെ ചെറുപ്പകാലം തൊട്ട് നാം ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ പലവട്ടം കേട്ടിരിക്കുന്ന ഒരു വചനവുമായിരിക്കും. അതിനെ ആസ്പദമാക്കി വ്യത്യസ്തമായ രീതിയിൽ ഉള്ള സുവിശേഷ പ്രസംഗങ്ങളും നാം കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും ആ ക്ഷണത്തിൽ നമ്മെപ്പോലും നാം ഒന്ന് ചിന്തിക്കുവാൻ ഇടയാകില്ല, ഞാൻ ആ പരീശൻ്റെ തട്ടിലാണോ അതോ ആ പാപിയ മനുഷ്യൻ്റെ ചുങ്കക്കാരൻ്റെ തട്ടിലാണോ? നാം ഈ രണ്ട് തട്ടിലും ഇല്ലാത്ത ഒരു മധ്യസ്ഥ തട്ടിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആ ചുങ്കക്കാരനെയും പോലുമല്ല ആ പരീശനെയും പോലുമല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. ഏത് സന്ദർഭത്തിലായാലും ഏത് മേഖലകളിലായാലും നമ്മുടെ ജീവിതത്തിൽ ഒന്നെങ്കിൽ അതെ അല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യമേ ഉള്ളൂ. ഇതിന് രണ്ടിൻ്റെ മധ്യസ്ഥയിലുള്ളൊരു കാര്യം കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നാം നന്മകളാൽ നയിക്കപ്പെട്ടാൽ പോലും ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. അവിടെ ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്ന രണ്ട് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളെ പറ്റിയാണ് കർത്താവ് ഉപമിക്കുവാൻ പോകുന്നത്. അതിൻ്റെ ലൂക്കോസിൻ്റെ 18:11 വായിക്കുമ്പോൾ, പരീശൻ നിന്നുകൊണ്ട്
പരീശൻ നിന്നുകൊണ്ട് തന്നെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, തന്നെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവമേ, പിടിച്ചുപറിക്കാർ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാത്തതിനാൽ നിന്നെ ഞാൻ വാഴ്ത്തുന്നു. സ്വയം താരതമ്യപ്പെടുത്തുന്ന ഒരവസ്ഥ. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സ്വഭാവ കാര്യങ്ങളെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഓരോ സ്വഭാവ കാര്യങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ മറ്റു മനുഷ്യരെ പോലെ അല്ല, ഈ ചുങ്കക്കാരനെ പോലെയും അല്ല. അപ്പോൾ അവിടെ എന്തോ ആ വ്യക്തി സ്വയം സ്ഥാപിക്കുവാൻ ഇടയാകുന്നത് ഒരു നീതീകരിക്കുന്ന അവസ്ഥ. ഈ നീതീകരിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മെ ദൈവത്തിലേക്ക് അടുക്കുവാനോ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷ സമാധാനം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയാതെ പോകുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നവർ ഒരിക്കലും സ്വയം നീതീകരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരില്ല. കാരണം നീതിമാനായവൻ ഒരുവൻ മാത്രം എൻ്റെ കർത്താവ്. നാം ഒക്കെ പാപ സ്വഭാവങ്ങളും പാപ ജീവിതത്തിൽ നയിക്കപ്പെടുന്നവരും ജീവിക്കപ്പെടുന്നവരുമാണ്. ഇന്നത്തെ ഈ ലോക ചുറ്റുപാട് നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ ചെയ്യുന്നവരാണ്. വാക്കുകൾ, ചിലപ്പോൾ വാക്കുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ദൃഷ്ടി കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കേൾവി കൊണ്ടായിരിക്കും. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ കൃപയിൽ വഴി നടത്തുന്ന നമ്മുടെ കർത്താവ് നമ്മളോടുള്ള കൃപയ്ക്കൊത്തവണ്ണം നമ്മളെ ഓരോ ദിവസവും കൈവിടാതെ വഴി നടത്തുന്നുണ്ട്. പക്ഷേ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? ഇവരെ ഒന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, എനിക്ക് ലഭിക്കുന്ന എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കുകയും ചെയ്യുന്നു. അത് പ്രവൃത്തിയെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ആദ്യം സ്വഭാവത്തെ പറ്റിയുള്ള, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ വന്നു പോകുന്ന ബലഹീനതകളെ പറ്റി പറഞ്ഞെങ്കിൽ രണ്ടാമത് പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കാര്യം. ഇത് നമ്മളും പറയാറുണ്ട്. ഞാൻ ദേവാലയങ്ങളിലെ എല്ലാ ശുശ്രൂഷകളിലും സംബന്ധിക്കുന്നുണ്ട്, തിരുമേശകളിൽ സംബന്ധിക്കുന്നുണ്ട്. എന്തിന് വ്യത്യസ്തമായ അവിടെ ഒരു പ്രാർത്ഥന നടത്തിയാൽ അതിൽ സംബന്ധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ദശാംശവും കൊടുക്കുന്നുണ്ടായിരിക്കും, ദശാംശത്തിൽ അധികമായും ദൈവ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നവരുമായിരിക്കും. ഇവയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. 2 വ്യത്യസ്തമായ പ്രാർത്ഥനാ ശൈലികൾ ഉപമിക്കുന്നൊരവസ്ഥ. നാം യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വ്യക്തിയിൽ, അതായത് ആ പരീശൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് സന്തോഷം കാണുകയില്ല. കാരണം അവൻ പ്രാർത്ഥിക്കുന്നതെല്ലാം തുലനം ചെയ്തും ഞാൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയുള്ള വാക്കുകളാണ് അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ രണ്ടാമത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ കേൾക്കുന്നത് എന്താണ്? ദൂരത്ത് ഞാൻ സ്വർഗത്തിൽ പോലും നോക്കിയാതെയാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയും. സ്വയം താഴ്ത്തുന്ന അവസ്ഥ, ഞാൻ ഒന്നുമല്ലാതാകുന്ന അവസ്ഥ. അവിടെ പറയുന്നില്ല ഞാൻ ഈ പരീശനെ പോലെയല്ല, ഞാൻ ഈ വ്യക്തിയെ പോലെയല്ല, പക്ഷേ ഞാൻ ഒന്നുമല്ല കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുയർത്തി നോക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇന്ന് ദേവാലയങ്ങളിൽ കടന്നു വരുമ്പോൾ ആ സഭയിൽ കുറച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ മുൻനിരയിൽ ചിലപ്പോൾ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് ആ വ്യക്തിയെ കാണുവാൻ ഇടയാകുകയില്ല. അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സംഭാവന കൊടുത്താൽ വേണ്ടിയ രീതിയിൽ അവിടെ ആദരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ
സംഭാവനയും ആളിനെയും രണ്ടിനെയും കാണുവാൻ ഇടയാകുകയില്ല. പരീക്ഷ സ്വഭാവമുള്ള ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നാം എന്താണ് പറയുന്നത്? യേശുവെ പോലെ ആകണം, യേശുവെ പോലെ ജീവിക്കണം. പ്രിയ സഹോദര സഹോദരി, യേശുവെ പോലെ ആകുവാൻ, യേശുവെ പോലെ ജീവിക്കണമെങ്കിൽ ആദ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആദ്യം വേണ്ട ഒരു താഴ്മയുടെ ആത്മാവിനെയാണ്. മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്യുന്ന ഒരു ആത്മാവല്ല. ഞാൻ ഒന്നുമല്ല കർത്താവേ, നിൻ്റെ കൃപയിലൊന്നു മാത്രമാണ് ഞാൻ ആയിരിക്കുന്നത്. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ എന്നോട് കരുണയുണ്ടാകണേ. നാം അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? നാം ദൈവസനയിൽ കടന്നു വരുമ്പോൾ പല കാര്യങ്ങൾ ഒരു മെനു കണക്കിന് നാം പറയുമ്പോൾ ആ മെനുവിൻ്റെ മധ്യത്തിൽ എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ളൊരു വാക്ക് പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. ദൈവത്തിൻ്റെ കരുണയും കൃപയും ഇല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ ഏത് തട്ടിലുമായിക്കൊള്ളട്ടെ, എങ്ങനത്തെ പ്രവർത്തനവുമായിക്കൊള്ളട്ടെ, എന്തും കൊടുത്തുകൊള്ളട്ടെ, ദൈവത്തിൻ്റെ മനസ്സലിവ് അവിടെ നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. ലൂക്കിൻ്റെ പുസ്തകം 18:14 വായിക്കുമ്പോൾ, ഇവനാണ് മറ്റവനേക്കാൾ അധികം നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയത്. സ്വയം ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് പക്ഷെ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നാം ഒരു ചെറിയ പ്രവർത്തനം ചെയ്താൽ നമ്മെ സ്റ്റേജിലേക്ക് വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ നമ്മെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര വിഷമമാണ്. പക്ഷേ വചനത്തിൽ കർത്താവ് തന്നെ പറയുന്നത് വലതുകരം ചെയ്യുന്നത് ഇടതുകരം, ഇടതുകരം ചെയ്യുക വലതുകരം അറിയാത്ത പ്രവർത്തനമായിരിക്കണമെന്ന്. ഇന്ന് അങ്ങനത്തെ പ്രവർത്തനമല്ല. അവിടെ സ്റ്റേജിൽ വലിയ ബാനർ കെട്ടി വലിയ ഒരു ആർഭാടമായ കാര്യങ്ങളാണ് ഒരു ചെറിയ പ്രവർത്തനത്തിന് പോലും ചെയ്യുന്നത്. അതാണോ എന്നിലും നിങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നത്? അതിലാണോ നാം സന്തോഷം കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നത്? നമ്മുടെ സന്തോഷം കണ്ടെത്തുവാൻ നാം ഇന്ന് പരിശ്രമിക്കുമ്പോൾ നാം സ്വയമായി ആദരിക്കപ്പെടത്തക്കോണമുള്ള പ്രവർത്തന മേഖലയിൽ കടന്നു വന്ന് പ്രവർത്തിക്കുവാനുള്ള പ്രവണതയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അതേസമയം നാം ചെയ്യുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനായും എൻ്റെ ദൈവത്തിൻ്റെ പ്രസാദത്തിനായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം മാത്രം അറിഞ്ഞാൽ മതിയെന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുമ്പോൾ നാം അവിടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറവിൽ ജീവിക്കുവാൻ കഴിയും. യാക്കോബിൻ്റെ ലേഖനം 4:6 ഇപ്രകാരമാണ് പറയുന്നത്, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. താഴ്മയുള്ളവർക്ക് സ്വയം നീതീകരിക്കപ്പെടുന്നവനല്ല കൃപ നൽകപ്പെടുന്നത്. എങ്കിലോ ഞാൻ ഒന്നുമല്ലെന്ന് എൻ്റെ ദൈവസനയിൽ സ്വയമായി നാം താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മളെ അവിടെ കാണുവാൻ ഇടയാകുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഇന്ന് നാം എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള താഴ്മയുള്ള ജീവിതമാണോ നയിക്കുന്നത്? അതോ എപ്പോഴും സ്വയം പ്രശംസിക്കപ്പെടുന്ന തക്കവണ്ണം ഉള്ള പ്രവർത്തനമാണോ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 4:11 വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ സംതൃപ്തിയോടിരിക്കുവാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ സംതൃപ്തിയോടിരിക്കുവാൻ നാം പഠിക്കണം. ഇന്ന് ചിലപ്പോൾ എൻ്റെ കരങ്ങളിൽ ഒരു 100 രൂപയെ കാണത്തുള്ളൂ, പക്ഷേ അതിൽ സംതൃപ്തി കണ്ടെത്തുവാൻ നാം പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവമാക്കുവാൻ മാത്രമല്ല ആ സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ഇടയാകുന്നത്.
അതിന് പകരം ഒരു 100 രൂപ കിട്ടി കയ്യിലിരിക്കുമ്പോൾ അയ്യോ ഇന്ന് 100 ഉള്ളോ, ഒന്നും അവിടെ തന്നെ നമ്മുടെ നാവിൽ നിന്ന് ഒന്നും നടക്കില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ അനുഗ്രഹത്തിന് ഒരു തടസ്സത്തിൻ്റെ വാക്കുകളാണ് നാവിൽ നിന്ന് വരുന്നത്. അതിനു പകരം ദൈവമേ, നീ തന്നിരിക്കുന്ന നന്മയ്ക്കായി സ്തോത്രം, നിൻ്റെ നന്മയിൽ നിലനിർത്തത്തക്കോണം സദാ എന്നെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അതിൻ്റെ 12ഉം 13ഉം വായിക്കുമ്പോൾ ദാരിദ്ര്യത്തിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. ഈ 13ാം വാക്യം ജീവിതത്തിൽ എന്ന് നാം പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുമോ അന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നാം സന്തോഷം കണ്ടെത്തുവാൻ കഴിയും. പൗലോസ്ലീഹ ദാരിദ്ര്യത്തിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം, സംതൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും നമ്മുടെ ചിലപ്പോൾ ജീവിത കാലയളവിൽ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ അംശം അറിഞ്ഞു കാണും. പക്ഷെ ഇന്നത്തെ യുവതലമുറകളെ അത് അനുഭവമാക്കുവാൻ നാം ഒരിക്കലും സാവകാശം കൊടുക്കുകയില്ല. നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കില്ലെന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മറന്നു പോകാറുണ്ട്. നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം. അതുകൊണ്ടാണ് യഹോവയായ ദൈവം മോശയോട് പറയുന്ന എപ്രകാരമാണ് ഇവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നതെന്ന് അവരെ എഴുതി പഠിപ്പിക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നാം അതെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പറയണം. എങ്ങനെയാണ് നമ്മുടെ ജീവിതം ആരംഭിച്ചത്, എങ്ങനെയാണ് ദൈവം ഓരോ ദിവസവും ഓരോ നിമിഷവും കരം പിടിച്ച് നമ്മളെ വഴി നടത്തി ഇന്ന് ഈ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതിനു പകരം നാം സമ്പന്നതയുടെ മധ്യത്തിൽ ഇവയെല്ലാം മറന്ന് ജീവിക്കുമ്പോൾ, ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയാതെ പോകുമ്പോൾ അവരൊരിക്കലും കർത്താവിലുള്ള ആശ്രയിതമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലുള്ള സന്തോഷവും സമാധാനത്തിലേക്ക് വഴി നടത്തുവാൻ ഇടയാകും. 1 തിമോത്തി 6:6-7 വായിക്കുമ്പോൾ എന്നാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഈ ഒരു വാക്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ, ഇന്ന് നാം പരക്കം പായുന്ന അല്ലെങ്കിൽ പല കാര്യത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഈ ഓട്ടമൊക്കെ ഒന്ന് മാറ്റി ദൈവത്തിലേക്കൊന്ന് കടന്നു വരുവാൻ ഇടയാകും. പൗലോസ്ലീഹ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ, സകലവും ചെയ്യുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമുക്കപ്രകാരം പറയുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ നിമിഷം നിങ്ങളുടെ ചിന്തകളിൽ നാളെ എന്ത് നടക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ എന്ത് നടക്കും, അല്ലെങ്കിൽ ഈ വർഷം ഇതിൻ്റെ അവസാനം എന്ത് നടക്കും? കാരണം ഇന്ന് ലോകം ഒരു വലിയ അനിശ്ചിതത്തിൻ്റെ മധ്യത്തിലാണ് നിൽക്കുന്നത്. എന്തിനെ ആശ്രയിച്ച് നമ്മുടെ നാട് ജീവിച്ചുവോ? നമ്മുടെ നാട്ടിലെ പല വ്യക്തികളുടെ കുടുംബജീവിതം, വ്യക്തിജീവിതം അവർ നിലനിൽക്കുന്നത് തന്നെ ചില ദേശങ്ങളിൽ ഉള്ള ആശ്രയം വെച്ചെങ്കിൽ ഇന്ന് ആ ദേശങ്ങളിലൊക്കെ വലിയ അനിശ്ചിതത്തിൻ്റെ മുമ്പിലായി നിൽക്കുമ്പോൾ നാം മനോവേദനയോടെ നാളത്തെ പറ്റിയുള്ള ഭാരത്തോടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി,
നമുക്കൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരു സങ്കീർത്തനമുണ്ട്, സങ്കീർത്തനം 23. അതിൻ്റെ 1-ാം വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ആ വിശ്വാസത്തിൽ നാം ജീവിക്കുകയാണെങ്കിൽ, ആ വിശ്വാസത്തിൽ നമ്മുടെ കാൽച്ചുവടുകൾ വെക്കുകയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറവ് നമ്മൾ അനുഭവിക്കുക മാത്രമല്ല, അതിൽ ജീവിക്കുവാൻ നാം പഠിക്കും. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗസ്നാഥ, എൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ജനത്തെ നയിക്കുവാൻ തന്ന സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം. ക്ലേശങ്ങൾ നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ കർത്താവേ, പലപ്പോഴും കർത്താവേ ഞങ്ങൾ തളർന്നു പോകുന്ന അവസ്ഥയിലാണ് കർത്താവെങ്കിലോ ഇന്ന് ഈ കേട്ട വചനത്തിനൊത്തവണ്ണം എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലതും ചെയ്യുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകളിൽ മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ തന്നെ എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബലഹീനരാണ് കർത്താവെങ്കിലെ ബലപ്പെടുത്തുന്ന ശ്രേഷ്ഠ കൃപ ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തുവാൻ ഇടയാക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.